മുംബൈയിലുള്ള ബോച്ചയുടെ വീട്ടിലാണ് കേട്ടോ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ വന്ന് മീറ്റ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളൊക്കെ അവിടെയല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മളിവിടെ മുംബൈയിൽ വന്നേക്കാണ്. മുംബൈയിലുള്ള ബോച്ചയുടെ വീടാണിത്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്ത് ചെയ്യായിരുന്നു? ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നോ? ആണല്ലേ. എല്ലാവരും അവിടെ നമ്മുടെ നാട്ടിലുള്ള ബോച്ചയുടെ വീടല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടോ? അതേ മുംബൈയിലുള്ള ബോച്ചയാണ് ഈ കാണുന്നത്, ഡിവിനാഷ്. കറക്റ്റ് ബോച്ചയല്ലേ? ശരിക്കും നോക്ക്, ആ കണ്ണും ആ മുടിയൊക്കെ സെയിം. ഡ്രസ് ഇതിനു വേണ്ടി തന്നെ മേടിച്ചാണോ? അങ്ങനെ പറയാം അല്ലേ? അങ്ങനെ പറയാം. നന്നായിട്ട് മലയാളം അറിയാം കേട്ടോ. ഇവിടെ മുംബൈയിലാണെങ്കിലും നന്നായിട്ട് മലയാളം അറിയാം. പച്ച മലയാളി, കണ്ണൂരുകാരനാണ്. ബാക്കിയുള്ളവരെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? ഈ ബോച്ചയുടെ കുറെ വിശേഷങ്ങൾ അറിയാനില്ലേ? ദിവിനാഷിന്റെ അമ്മ രേഷ്മ ചേച്ചി നമ്മുടെ സുഹൃത്താണ്. അങ്ങനെയാണ് നമ്മള് അല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്ന നമുക്ക് നമ്മുടെ ഈ മുംബൈയിലെ ബോച്ചയെ ഒന്ന് പരിചയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചത് അല്ലേ? അമ്മേനെ വിളിക്കാം നമുക്ക്. ചേച്ചിയേ വാ, ഞങ്ങളിവിടെ വീഡിയോ എടുത്തു തുടങ്ങി. ഇതാണ് രേഷ്മ ചേച്ചി. എത്ര നാളായി മോനെ കാണുമ്പോ എല്ലാരും ബോച്ചയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട്? ഒരു വർഷത്തോളായി അല്ലേ? കഴിഞ്ഞ 2023 ഒക്ടോബറിലല്ലേ? ഒരു വർഷം കഴിഞ്ഞു. നാട്ടില് പോയപ്പാണ്. നാട്ടിലുള്ളവര് ആ ടൈമാണ്. അമ്മേന്റെ മരിച്ച കർമ്മങ്ങൾ ചെയ്യാൻ പോയപ്പം ചേച്ചീന്റെ ഫ്രണ്ട്സ് മാറാ പറഞ്ഞത് അനിയത്തിന്റെ ബോച്ചേനെ പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ബോച്ച എന്തെന്നൊന്നും മനസ്സിലായില്ല, അറിയില്ലായിരുന്നു. ഇങ്ങനെ പിന്നെ ഒട്ടും അറിയില്ലായിരുന്നു. അല്ല, ഡിവിനാഷിന് അത്ര നാളും ബോച്ചേനെ അറിയില്ലായിരുന്നോ? അറിയെന്ന് പറഞ്ഞാല് മാത്രം ഇങ്ങനെ ഫേസ് കണ്ടിനു, പക്ഷെ ഡീറ്റെയിൽ അയച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് ഇയർ അയച്ച അറിയാൻ തുടങ്ങി. പിന്നെ ഞാനും കുറച്ച് നോക്കാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലെല്ലാം. അങ്ങനെയാണ് തിരിഞ്ഞത്. ഞാൻ ബോച്ചനെ പോലെയാണ് ഇരിക്കുന്നല്ലേ? ബോച്ചയുടെ നമ്മുടെ കേരളത്തിൽ കുറെ അപരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ബോച്ചേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഞാൻ കണ്ടിട്ടുണ്ടോ? പക്ഷെ അവരെക്കാളും കുറച്ച് സാമ്യം. അവന് അത് താല്പര്യമില്ല ഇങ്ങനെ കേട്ടിട്ട്, അത് താല്പര്യമില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ തന്നെ അവരൊക്കെ അങ്ങനെ ഡ്രസ് ഇട്ട് വരുമ്പോ ഇവിടെ ഇത്. പക്ഷെ ഇപ്പം നമ്മളുടെ എനിക്കിപ്പോ ബോച്ചെന്ന് വരുന്നെന്ന് എന്റെ വായിൽ ഇപ്പൊ ഡിവിനാഷ് എന്ന് വരുന്നില്ല. ഡിവിനാഷിന് ഇവിടെ ഒരു ജംസ് ഓഫ് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലിംഗ് സ്കൂൾ അല്ലേ സ്റ്റാർട്ട് ചെയ്തു. സ്കൂളുണ്ട്. അപ്പൊ അതിനു വേണ്ടി മേടിച്ച ഡ്രസ് അല്ലേ ഇത്? അല്ലാണ്ട് ബോച്ചയാവാൻ വേണ്ടി മേടിച്ച ഡ്രസ് അല്ല. അതിനു വേണ്ടി മേടിച്ചതാണ്.